സർ, ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരട തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പുറത്ത് നിങ്ങൾ സർ, ഇവര് പ്ലീസ് ഞാൻ ആ സമയത്ത് തിരിഞ്ഞു നോക്കി. ഇവിടെ ആരെങ്കിലും വല്ല എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ഒരു ബഹളവും ഇല്ല. സർ, നിങ്ങൾ കേൾക്കൂ, ഉത്തരം കേൾക്കൂ. ഭരണപക്ഷത്ത് നിന്ന് യാതൊരു ബഹളവും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ കാണിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ശാന്തമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതിന് എന്തിനാണ് അവര് തന്നെ ബഹളം കാണിച്ചത്? സർ, ഇതാണ് ഗൗരവമായി പ്രതിപക്ഷ നേതാവ് തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലെ ആദ്യ ഭാഗം, സർ, അത് വളരെ വിചിത്രമായ ഒരു ഭാഗമാണ്. ഈ കേരളത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെയും ഓർമ്മശക്തിയെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. സർ, ഈ കേരളത്തിൽ 2011 മുതൽ 2016 വരെ എന്താണ് നടന്നിരുന്നത് എന്ന് എല്ലാവരും മറന്നുപോയി എന്നാണോ പ്രതിപക്ഷ നേതാവ് കരുതുന്നത്? സർ, അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നില്ല. ഏതെങ്കിലും ഒരു രംഗം ഒഴിവുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു രംഗം മാറ്റം ഉണ്ടായിരുന്നു? എത്ര വലിയ അഴിമതിയായിരുന്നു? ഏതെല്ലാം നിലയിലായിരുന്നു? സർ, അതിന്റെ ഒരു ഭാഗമാണ് സർ, അതിന്റെ ഒരു ഭാഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞ കൗണ്ടറുമായി ബന്ധപ്പെട്ടത്. ഏതെല്ലാം തരത്തിലുള്ളത്? സർ, എന്തായിരുന്നു ഈ നാടിന്റെ ധാരണ? എന്താ നിങ്ങളെക്കുറിച്ച് നാട് ധരിച്ചിരുന്നത്? സർ, ഇത് ഈ നാടിനൊരു ശാപമായി എന്ന് കണക്കാക്കിയതായിരുന്നില്ലേ ജനങ്ങൾ? ആ കാലം മറന്നുപോകുകയാണ്. ആ കാലത്തെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലര് ഉന്നയിച്ചാൽ അത് മറ്റെന്തെങ്കിലുമുള്ളൊരു മറുപടിയായിട്ടാണോ കാണേണ്ടത്? സർ, നമ്മുടെ സംസ്ഥാനം 2016 മുതൽ ഇന്ന് വരെ നേടിയിട്ടുള്ള യശസ് അത് നിങ്ങളുടെ മനോവ്യാപാരത്തിനനുസരിച്ച് തർക്കാൻ കഴിയുന്നതല്ല. എന്തെല്ലാം നോക്കി? ആ വിഷമം ഈ നാട് അംഗീകരിക്കില്ല. എന്തിനൊക്കെയാണ് ശ്രമിച്ചത്? ഏതിനായിരുന്നു ശ്രമിച്ചത്? സർ, ഈ കാര്യത്തിൽ അങ്ങ് ചോദിച്ചതിന് മറുപടിയല്ലേ പറഞ്ഞു? അദ്ദേഹത്തിന് സംസാരിച്ചല്ലോ. എനിക്ക് പറയാൻ പാടില്ല. അങ്ങ് ചോദിച്ചതിന് മറുപടിയല്ലേ? ആരാണിത് പറഞ്ഞത്? ആരാണിത് പറഞ്ഞത്? അങ്ങ് ഉന്നയിച്ച കാര്യങ്ങൾക്കല്ലേ മറുപടി? അങ്ങ് പറയും. ചോദ്യത്തിന്റെ രീതിയിലല്ലാതിരിക്കുമ്പോൾ അതിന് അർഹമായ മറുപടി പറയണ്ടേ? ചോദ്യത്തിന്റെ സ്പിരിറ്റിൽ നിന്ന് മാറി പ്രസ്താവനാ രൂപത്തിൽ വരുമ്പോ മറുപടിയും പ്രസ്താവനാ രൂപത്തിൽ വരും. സ്വാഭാവികല്ലേ അത്? അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ വിശദമാക്കണ്ടേ? അപ്പം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഞാൻ നിറവേറ്റുന്നത്. സർ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒന്നിനെയും ആശങ്കപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. സർ, ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരട തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത്? ഞങ്ങളൊക്കെ പിടിച്ചടക്കി കളയുന്ന മട്ടിലായിരുന്നില്ലേ പുറപ്പെട്ടത്? എന്തായി ഇപ്പോ വീണ്ടും തുടങ്ങി നോക്കുകയാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യരുത്. ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്.
അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, അഴിമതി തൊട്ടു തീണ്ടാത്തവരെ കുറിച്ച് ഇതാ അഴിമതി 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 എന്ന് പറഞ്ഞാൽ ജനമത് അംഗീകരിക്കൂ? കൺക്ലൂഡ് ചെയ്യൂ. സർ, അതാണ് ഇവിടെ കാണുന്നത്. യെസ് യെസ്. അത് മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. ശ്രീ ജോൺ ഫെർണാണ്ടസ്.